മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷ സാഹചര്യം കേരളത്തിലെ ക്ലീനിംഗ് സർവീസ് മേഖലയും അനുബന്ധ വ്യാപാര രംഗത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. വിദേശ മലയാളികളുടെ വരുമാനത്തിലുണ്ടായ ഇടിവ് സംസ്ഥാനത്തെ വിപണിയെ ഗുരുതരമായാണ് ബാധിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബാങ്ക് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഫഷണൽ ക്ലീനിംഗ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ക്ലീനിംഗ് സർവീസ് മേഖലയിൽ മാത്രം ഏകദേശം 75% വിപണി ഇടിവ് രേഖപ്പെടുത്തിയതായി സംഘടന സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള വർക്കല അറിയിച്ചു. ഈ പ്രതിസന്ധി സാധാരണ ജനങ്ങളെയും ചെറുകിട സംരംഭകരെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. ഈ ക്ലീനിംഗ് മേഖലയാണ് കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖല. കാരണം കേരളത്തിലെ ഒരു മാസം 20 കോടിയിലധികം ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ്. കേരളത്തിൽ ഏകദേശം ഒരു 600 മുതൽ അംഗീകൃത സ്ഥാപനങ്ങളും 1000-ന് പുറമെ ഉള്ള അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഇതിലെല്ലാ അംഗീകൃത സ്ഥാപനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു അസോസിയേഷനുമായി മുന്നോട്ട് വന്നു. ജനങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകുന്നതിനായി ബാങ്ക് വായ്പകളുടെ EMI-കൾക്ക് അടിയന്തരമായി മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്ക് സംഘടന നിവേദനം നൽകിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യമുന്നയിച്ചു. വാർത്താസമ്മേളനത്തിൽ PCPA പ്രസിഡന്റ് അബ്ദുള്ള വർക്കലയ്ക്കൊപ്പം വൈസ് പ്രസിഡന്റ് ഷെമിൽ തോമസ്, ജനറൽ സെക്രട്ടറി സന്ദീപ് കുമാർ, ട്രഷറർ ബിൻസി, സോണൽ കോർഡിനേറ്റർമാരായ ജിനോ, സുബിൻ എന്നിവരും പങ്കെടുത്തു. സേവന മേഖലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉടൻ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘടന. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.